സോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ വിവിധ ക്രാഷ് പ്രോഗ്രാമുകൾക്ക് തുടക്കമായിരിക്കുകയാണ്. അപ്പോൾ CUET ക്രാഷ് പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് ഏറ്റവും അനായാസം രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബ്രൗസറിൽ ബ്രില്യൻറ്റ് പാല എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് വന്നിരിക്കുകയാണ്, brilliantpala.org എന്നുള്ളത്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് യെസ്, ഇതാ നമ്മുടെ ഹോം സ്ക്രീനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ആൻഡ് ജസ്റ്റ് ഒന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ വിവിധ കോഴ്സുകളുടെ ഒരു ലിസ്റ്റ് കാണാൻ സാധിക്കും. അവിടെ രണ്ടാമത് കിടപ്പുണ്ട് ക്രാഷ് കോഴ്സ് 2026 എന്ന് പറഞ്ഞ ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഇതാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന വിവിധ ക്രാഷ് പ്രോഗ്രാമുകൾ എന്നുള്ളത്. നമുക്കറിയാം, ക്രാഷ് 2026, നീറ്റ്, JEE, ആർക്കിടെക്ചർ, ഡിസൈൻ പോലുള്ള കോഴ്സുകൾക്ക് വേണ്ടിയുള്ള ക്രാഷ് കോഴ്സ്, അതുപോലെ ക്രാഷ് കോഴ്സ് ഫോർ JEE അഡ്വാൻസ്ഡ്. യെസ്, ഈ താഴേക്ക് നോക്കിയാൽ നമുക്ക് കാണാം CUET UG 2026 ക്രാഷ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇത് CUET ക്രാഷ് പ്രോഗ്രാമിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പേജാണ്. ഈ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഈ കോഴ്സിനെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ, അതുപോലെ കോഴ്സ് ബ്രോഷർ എല്ലാം തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഗ്രീൻ ബോക്സിൻ്റെ അകത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആൻഡ് നമ്മൾ ഇങ്ങനെ ഒരു പേജിലാണ് രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്തി നിൽക്കുന്നത്. നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഭാഗമായിട്ടുണ്ട്, അതായത് മുൻപ് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു സ്റ്റുഡൻറ് ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഉള്ളതായിരിക്കും. ആ ഒരു സ്റ്റുഡൻറ് ഐ ഡിയാണ് ഇവിടെ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും ഇവിടെ എൻ്റർ ചെയ്യുക. ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ സൈറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ അനായാസത്തിൽ നമുക്കിവിടെ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനായിട്ട് ഈ താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന മറ്റൊരു പേജിലേക്കാണ്. ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ് നെയിം, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, അതുപോലെ പാസ്വേഡ്, ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. എന്നിട്ട് ഈ ഐ എഗ്രി എന്ന് പറഞ്ഞ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും വളരെ കൃത്യമായിട്ട് നമ്മൾ എൻ്റർ ചെയ്യണമെന്നുള്ളതാണ്. കാരണം ആ ഒരു ഐഡിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു OTP എൻ്റർ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുക. സോ നേരത്തെ എൻ്റർ ചെയ്ത ആ ഒരു മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഐഡിയിലേക്ക് ഇപ്പോൾ ഒരു OTP എത്തിയിട്ടുണ്ട്. ആ ഒരു OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്തു. എൻ്റർ ചെയ്തതിന് ശേഷം നമ്മളിത് മറ്റൊരു പേജിലേക്ക് എത്തുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ഒരു കോർണറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നമ്മുടെ പേര്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻറ് ഐഡിയും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാനുള്ളത് നമ്മുടെ BTS JEE എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിനായിട്ട് മൈ കോഴ്സസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ആൻഡ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന പേജ് എന്ന് പറയാൻ നമ്മുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളൊരു പേജാണ്. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സ്റ്റഡിങ് ഇൻ ക്ലാസ് 4 മുതൽ ക്ലാസ് 12th പാസ്റ്റ് വരെയുള്ള അത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12th, അതായത് ഇപ്പോൾ ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത CUET എക്സാം ഞാൻ എഴുതാൻ പോവുകയാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ സ്റ്റഡിങ് ഇൻ ക്ലാസ് 12th എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സോ ഇവിടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അതായത് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഏതെല്ലാം കോഴ്സുകളാണ് നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നമ്മൾക്കായി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം, കാണാൻ സാധിക്കും CUET 2026. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ CUET 2026 അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മറ്റൊരു പേജിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവിടെ അപ്ലൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, സോ യെസ്, ഇവിടെ വീണ്ടും നമ്മുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എപ്പോഴാണ് തുടങ്ങുന്നത് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സെലക്ട് സെൻറ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ അതിൻ്റെ തൊട്ട് താഴെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, സോ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറൽ ആൻഡ് ഇംഗ്ലീഷ്, PCMB ജനറൽ ആൻഡ് ഇംഗ്ലീഷ്, ഈ 3 ഓപ്ഷനാണുള്ളത്. ഞാൻ ഈ 3ാമത്തെ ഓപ്ഷനാണ് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അടുത്ത സെലക്ട് പ്രിഫേർഡ് ബാച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസംബർ 2025, കാരണം ഡിസംബർ 2025 നമ്മുടെ കോഴ്സ് തുടങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യാനുള്ള നമ്മുടെ കുറച്ച് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിന് വേണ്ടി ആദ്യത്തേത് നമ്മുടെ സെക്കൻഡറി ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ +2 ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യാനുള്ളത്. അതിനായി ഈ സെലക്ട് സ്ട്രീം എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഞാനിവിടെ ഇപ്പോൾ HSC ഉണ്ട്, CBSE ഉണ്ട്, ISC ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. ഞാനിവിടെ CBSE എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ,
അതിനുശേഷം നമ്മുടെ പ്രൈമറി ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. അവിടെ സെലക്ട് സ്ട്രീമിൽ വീണ്ടും കൊടുക്കുന്നു. അവിടെ നമ്മുടെ 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ ഏത് ബോർഡായിരുന്നു എന്നുള്ളതാണ് നമുക്ക് എൻ്റർ ചെയ്യാനുള്ളത്. അപ്പോൾ ആ സെലക്ട് സ്ട്രീമിൻ്റെ അകത്ത് CBSE ഉണ്ട്, SSLC ഉണ്ട്, ICSE ഉണ്ട് ആൻഡ് അതേഴ്സ്. ഓക്കെ, അവിടെയും ഞാൻ CBSE ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേജ് ഒന്ന് എക്സ്പാൻഡ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടി അവിടെ എൻ്റർ ചെയ്യാനുള്ളതായിട്ടുണ്ട്. ആദ്യമേ തന്നെ ക്ലാസ് എക്സ് ഡീറ്റെയിൽസ്, അതായത് ക്ലാസ് 10ലെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ഇയർ ഓഫ് പാസിംഗ് ഞാനിവിടെ 2024 കൊടുക്കുകയാണ്. റിസൾട്ട് സ്റ്റാറ്റസ് ഓഫ് കോഴ്സ് പാസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് നെറ്റ് ടോട്ടൽ മാർക്ക് ഔട്ട് ഓഫ് 500 ഞാനൊരു 450 അങ്ങ് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതായത് ഈ താഴേക്ക് വരികയാണെങ്കിൽ നീറ്റ് സ്കോർ 2025 ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ ഇൻ കേസ് നിങ്ങൾ 2025 നീറ്റ് എക്സാം എഴുതിയ വ്യക്തിയാണ് എങ്കിൽ ആ എക്സാം എഴുതിയ വർഷം, നിങ്ങൾക്ക് ലഭിച്ച മാർക്ക്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ ഒരു മാർക്ക് ഷീറ്റും അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് നമ്മളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നീറ്റ് സ്കോറിൻ്റെ ആവശ്യം ഈ ഒരു പോയിന്റ് നമുക്ക് വേണ്ടി വരുന്നില്ല. നിങ്ങൾ എഴുതിയ വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസോട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം എഴുതിയതിന് അല്ലെങ്കിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം തന്നെ കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പേജാണിത്. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു എഡിറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം അവിടെ കൺഫേം റിക്വസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ആ കൺഫേം റിക്വസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. സോ കൺഫേം റിക്വസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്ഡേറ്റ് യുവർ പ്രൊഫൈൽ ആൻഡ് റെമിറ്റ് ദ ഫീ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. സോ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ പേജിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം നമ്മുടെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുറേയധികം ഡീറ്റെയിൽസും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം എന്തൊക്കെയാണ് നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. ഓക്കെ, ആദ്യമേ തന്നെ നമ്മുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, category, father's name, father's occupation, mother's name, mother's occupation, father's phone number, mother's phone number, name of school last studied or studying, അതായത് നിങ്ങൾ അവസാനമായി പഠിച്ച സ്കൂൾ അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ. ഈ ഒരു സൈഡിലേക്ക് വരികയാണെങ്കിൽ ഹൗസ് ഓർ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് ഓർ സ്ട്രീറ്റ് നെയിം, പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് വെച്ചാൽ അത് ഏത് ഡിസ്ട്രിക്റ്റ് ആണ് എന്നുള്ളത്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് കൺട്രി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളും പിന്നെ മുകളിലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ആൻഡ് ശ്രദ്ധിക്കുക, പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം കാഷ്വൽ ആയിട്ടുള്ള ഈ കാൻഡിഡ് അല്ലെങ്കിൽ സെൽഫി പോലത്തെ ഫോട്ടോസൊക്കെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള ഒരു ഒഫീഷ്യൽ യൂസിന് നമുക്ക് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫോട്ടോസാണ് നമ്മളിവിടെ പ്രിഫർ ചെയ്യുന്നത്. മാക്സിമം കാൻഡിഡ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫോട്ടോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ നമുക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നേരെ ഈ പേജിൻ്റെ ഏറ്റവും താഴേക്ക് വരിക. അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പേ ഓൺലൈൻ അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ എന്നീ 2 ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് ഏത് വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പേ ഓൺലൈൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത് എങ്കിൽ പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസും, അതായത് ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷൻസ്, UPI ആയിക്കോട്ടെ, കാർഡ് ആയിക്കോട്ടെ, നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, എല്ലാം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് അല്ല ചൂസ് ചെയ്യുന്നത്, ഓഫ്ലൈൻ പേയ്മെൻറ്റ് ആണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ അഗെയിൻ ബാക്ക് ടു അവർ മേക്ക് പേയ്മെൻറ്റ്, പേ ഓഫ്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. ചൂസ് ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കാണിക്കുന്നുണ്ട്, ഡൗൺലോഡ് ചെല്ലാൻ. അതായത് പേ ഓഫ്ലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡൗൺലോഡ് ചെല്ലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഒരു ചെല്ലാൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ചെല്ലാൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ ബാങ്കിൽ ചെന്ന് ഡയറക്റ്റ് ആയിട്ട്, അതായത് ഓഫ്ലൈൻ ആയിട്ട് തന്നെ ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ നമ്മുടെ CUET ക്രാഷ് 2026 പ്രോഗ്രാമിൻ്റെ ഭാഗമായിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ചേരാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും മികച്ച വിജയം ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.